ഹലോ എവ്രി വൺ, PSC Educators എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന പഠനമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് PSCക്ക് മാത്രമല്ല മറ്റ് UPSC SSC പോലുള്ള മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ഒരു കിടിലൻ ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ഒരു ഫസ്റ്റ് സെറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. ഇന്ന് നമുക്ക് വർത്ത് ആയിട്ടുള്ള കുറേ വേർഡ്സ് നമുക്ക് പഠിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. എമിഗ്രന്റ് എന്താ? എ പേഴ്സൺ ഹു ലീവ്സ് ഹിസ് ഓൺ കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ. A person who leaves his own country to settle in another. തെറ്റിപ്പോകരുത്. എമിഗ്രന്റും ഇമിഗ്രന്റും നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്ഷനിൽ കാണുമ്പം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു ക്ലൂ ഞാൻ പറഞ്ഞു തരാം. എക്സിറ്റ് എന്ന് ഓർക്കുക. എമിഗ്രന്റ് എന്ന് പറയുമ്പം എക്സിറ്റ്, ഇമിഗ്രന്റ് എന്ന് പറയുമ്പം കം ഇൻ എന്ന് പറയാം. കം ഇൻ. എക്സിറ്റും കം ഇന്നും. ഐ ഇന്ന് ഇമിഗ്രന്റ്, എമിഗ്രന്റ് എക്സിറ്റ്, അങ്ങനെ ഓർത്തു വെക്കാമല്ലോ. അന്നേരം എമിഗ്രന്റ് എന്താ? വൺ ഹൂ ഈസ് ലീവിങ് ഹിസ് ഓൺ കൺട്രി, അതായത് എക്സിറ്റ് ചെയ്യുക, സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്ന ആളിനെയാണ്. വേറൊരു രാജ്യത്ത് താമസിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്ന ആളിനെയാണ് എമിഗ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ ഒരെണ്ണം മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. മറ്റേത് നിങ്ങൾക്ക് അന്നേരം ഓർത്തെടുക്കാൻ സാധിക്കും. കിട്ടിയല്ലോ? എമിഗ്രന്റ്, എ പേഴ്സൺ ഹു ലീവ്സ് ഹിസ് ഓൺ കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ. ഈവ്സ്ഡ്രോപ്പർ. അടുത്തത് ഈവ്സ്ഡ്രോപ്പർ. എ പേഴ്സൺ ഹു ക്വയറ്റ്ലി ലിസൺസ് ടു അതർ കോൺവെർസേഷൻ. ഈവ്സ്ഡ്രോപ്പർ എന്താ? എ പേഴ്സൺ who quietly listens to other conversations. രണ്ടു പേര് സംസാരിക്കുന്നത് അവരറിയാതെ മൂന്നാമതൊരാള് കേൾക്കുന്നു. അതാണ് ശരിക്കും ഈവ്സ്ഡ്രോപ്പറിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹു ക്വയറ്റ്ലി ലിസൺസ് ടു അതർ കോൺവെർസേഷൻസ്. ഓക്കെ, അടുത്തത് ഫാൻ. എ പേഴ്സൺ ഹു ഈസ് വെരി കീൻ ഫോളോവർ ഓർ supporter. A person who is a very keen follower or supporter. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വേർഡാണ് ഫാൻ. A person who is very keen follower or supporter. നമ്മൾ ഫിലിം സ്റ്റാർസിന്റെ എല്ലാം സപ്പോർട്ടേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫാൻ ആണെന്ന് പറയാറുണ്ട്. അത് തന്നെ, ആ സെയിം വേർഡ്. നെക്സ്റ്റ് ഇസ് ഫണറ്റിക്. ഫണറ്റിക് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു ഈസ് വൈൽഡ് ആൻഡ് എക്സ്ട്രാവജന്റ് ഇൻ ഒപ്പീനിയൻ, particularly in religious matters. A person who is wild and extravagant in opinion, particularly in religious matters. Okay, fanatic കിട്ടിയല്ലോ. ഫാൻ എന്ന് പറഞ്ഞാൽ who is a very keen follower or supporter of a particular person അല്ലെങ്കിൽ ഒരു സംഘടന എന്നൊക്കെ നമുക്ക് പറയാം. ഫണറ്റിക് എന്ന് പറയുമ്പോൾ a person who is wild and extravagant in opinion, particularly in religious matters. Next is fastidious. A person difficult to please. Fastidious എന്താ? A person difficult to please. അടുത്തത് feminist. One who believes in offering equal opportunity to women in every sphere. Feminist. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വേർഡാണ് feminist. One who believes in offering equal opportunity to women in every sphere. ഇത്രയും കിട്ടിയോ? നമുക്ക് ഇത്രയും കിട്ടിയോ എന്നൊന്ന് നോക്കാം. എമിഗ്രന്റ് എന്തായിരുന്നു? എ പേഴ്സൺ ഹു ലീവ്സ് ഹിസ് ഓൺ കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ. ഈവ്സ്ഡ്രോപ്പറോ? എ പേഴ്സൺ ഹു ക്വയറ്റ്ലി ലിസൺസ് ടു അതർ കോൺവെർസേഷൻസ്. മറ്റു രണ്ടുപേര് സംസാരിക്കുന്നത് അവരറിയാതെ നിന്ന് കേൾക്കുക. ഓക്കെ, ഫാൻ. എ പേഴ്സൺ who is a very keen follower or supporter. Who is a very keen follower or supporter. Fanatico, a person who is wild and extravagant in opinion.
എങ്ങനെയുള്ള ഒപ്പീനിയൻസിൽ? പെർട്ടിക്കുലർലി ഇൻ റിലീജിയസ് മാറ്റേഴ്സ്. അടുത്തത് ഫാസ്റ്റീഡിയസ്. ഫാസ്റ്റീഡിയസ് എന്തായിരുന്നു? എ പേഴ്സൺ ഡിഫിക്കൽട്ട് ടു പ്ലീസ്. എ പേഴ്സൺ ഡിഫിക്കൽട്ട് ടു പ്ലീസ്. Next is feminist. One who believes in offering equal opportunity to women in every sphere. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെറ്റ് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് ഇസ് ഫ്യൂജിറ്റീവ്. എന്താണ് ഫ്യൂജിറ്റീവ്? വൺ ഹു റൺസ് എവേ ഫ്രം ദ ലോ. ഫ്യൂജിറ്റീവ്, വൺ ഹു റൺസ് എവേ ഫ്രം ദ ലോ. ഓക്കെ. അടുത്തത് ഫ്രൂട്ടേറിയൻ. ഫ്രൂട്ടേറിയൻ, വൺ ഹു ഫീഡ്സ് ഓൺ ഫ്രൂട്ട്സ്. ഫ്രൂട്ടേറിയൻ, വൺ ഹു ഫീഡ്സ് ഓൺ ഫ്രൂട്ട്സ്. നെക്സ്റ്റ് ഇസ് glutton. A person who is excessively fond of eating. Glutton. A person who is excessively fond of eating. അടുത്തത് gullible. A person who can easily be cheated. A person who can easily be cheated. Next is hermit അല്ലെങ്കിൽ recluse. One who leads a solitary life. One who leads a solitary life. Hypocrite. A person who says one thing and does another. Hypocrite and a person who says one thing and does another. ഇത്രയും കിട്ടിയോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ഫ്യൂജിറ്റീവ് എന്തായിരുന്നു? One who runs away from the law. Fruitarian, one who feeds on fruits. Glutton, a person who is excessively fond of eating. Gullible, a person who can easily be cheated. Hermit അല്ലെങ്കിൽ recluse, one who leads a solitary life. Hypocrite, a person who says one thing and does another. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റിൽ ഫസ്റ്റ് വണ് ഇംപോസ്റ്റർ. എന്താണ് ഇംപോസ്റ്റർ? someone who deceives by pretending to be someone else. Someone who deceives by pretending to be someone else. impose, വേറൊരാളായിട്ട് പോസ് ചെയ്യുന്നു, അങ്ങനെ ഓർക്കാം. impose, പോസ് ചെയ്യുന്നു, മറ്റൊരാളായിട്ട് പോസ് ചെയ്യുക. someone who deceives by pretending to be someone else. അതാണ് imposter. ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ് അറിയാം, എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. നമ്മൾ ഇൻഡസ്ട്രിയസ് ആയിരിക്കണം. നമ്മൾ റെസ്യൂമേസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എഴുതാറുണ്ട് ഇൻഡസ്ട്രിയസ്. നമ്മളൊരു നല്ല വേർഡൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയസ് എന്നൊക്കെ എഴുതാറുണ്ട്. ഇൻഡസ്ട്രിയസ് എന്താണ്? എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അടുത്തത് iconoclast. One who breaks images or church ornaments. One who breaks images or church ornaments. Next, introvert. A person given to withdrawing from others. Introvert. A person given to withdrawing from others. Next is itinerant. One who travels from place to place. Itinerant and the one who travels from place to place. Next is ignoramus. An ignorant or stupid person. Ignoramus inatha word inatha thanne undu. An ignorant or stupid person. ഇത്രയും കിട്ടിയോ നമുക്ക്? imposter എന്താ നോക്കാം. imposter, someone who deceives by pretending to be someone else. Industrious, a hard-working person. Iconoclast, one who breaks images or church ornaments. Introverto, a person given to withdrawing from others. Itinerant, one who travels from place to place. Ignoramus, an ignorant or stupid person. Okay, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ജുഡീഷ്യസ്. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വേർഡാണ് ജുഡീഷ്യസ്. എ സെൻസിബിൾ ആൻഡ് prudent person. A sensible and prudent person. അടുത്തത്
ക്ലെപ്റ്റോമാനിയ. ക്ലെപ്റ്റോമാനിയ ഓൾറെഡി ഞാൻ എവിടെയോ ഒന്ന് പറഞ്ഞിരുന്നു. ക്ലെപ്റ്റോമേനിയ, ബിബ്ലിയോക്ലെപ്റ്റ് ലാസ്റ്റ് വീഡിയോയിലാന്ന് തോന്നുന്നു. ബിബ്ലിയോക്ലെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. ബിബ്ലിയോഗ്രഫി ഈസ് സംതിങ് റിലേറ്റഡ് ടു ബുക്സ് ആൻഡ് ക്ലെപ്റ്റോമേനിയ ഇസ് റിലേറ്റഡ് ടു സ്റ്റീലിംഗ്. ബിബ്ലിയോക്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ഹു സ്റ്റീൽ ബുക്സ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ക്ലെപ്റ്റോമാനിയ എന്താ? ക്ലെപ്റ്റോമേനിയ, one who has an irresistible tendency to steal. One who has an irresistible tendency to steal. Next is mentor, wise counselor or a trusted advisor. Wise counselor or a trusted advisor. മെന്റർ, നമ്മുടെ ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ മെന്റർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മെന്റർ എന്ന് പറയുന്നത്. ഒരു വൈസ് കൗൺസിലർ or a trusted advisor. നെക്സ്റ്റ് മാർട്ടർ, വൺ ഹു ഡൈസ് ഫോർ എ നോബിൾ കോസ്. മാർട്ടർ എന്താ? വൺ ഹു ഡൈസ് ഫോർ എ നോബിൾ കോസ്. അത് നമുക്കറിയാവുന്ന വേർഡ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് മിസാന്ത്രോപ്പ്. മിസാന്ത്രോപ്പ് എന്താ? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. മിസാന്ത്രോപ്പ് എന്താ? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. മിസോകേപ്നിക്, വൺ ഹു ഹേറ്റ്സ് സിഗരറ്റ് സ്മോക്കിംഗ്. അടുത്തത് മിസോകേപ്നിക്, വൺ ഹു ഹേറ്റ്സ് സിഗരറ്റ് സ്മോക്കിംഗ്. അത്രയും കിട്ടിയോ? നമുക്കൊന്നും കൂടെ നോക്കാം. ജുഡീഷ്യസ്, എ സെൻസിബിൾ ആൻഡ് prudent person. Kleptomania, one who has an irresistible tendency to steal. Mentor is a wise counselor or a trusted advisor. Martyr, one who dies for a noble cause. Misanthrope, one who hates mankind. Misocapnic, one who hates cigarette smoking. ഇത്രയും കിട്ടിയല്ലോ. നമുക്കിനി അടുത്ത സെറ്റ് നോക്കാം. Mendicant, one who begs for alms. Mendicant എന്താ? One who begs for alms. Mountebank, mountebank, one who pretends to know a great deal about everything. One who pretends to know a great deal about everything. Next is novice, one new to anything. Novice, something new to anyone or something new to anything. Next is numismatist, one who collects coins. Numismatist and the one who collects coins. Optimist, one who looks on bright side of the things. Pessimist, one who looks on dark side of the things. Optimist and pessimist നമുക്കറിയാവുന്ന കാര്യമാണ്. Optimist, one who looks on bright side of the things, and pessimist, one who looks on the dark side of the things. Okay, ഇത്രയും മനസ്സിലായോ? നമുക്കൊന്നും കൂടെ നോക്കാം. Mendicant, one who begs for alms. Mountebank, one who pretends to know a great deal about everything. Novice, one new to anything. Numismatist, one who collects coins. Optimist, one who looks on the bright side of things. Pessimist, one who looks on the dark side of things. കിട്ടിയല്ലോ ഇത്രയും? ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഫസ്റ്റ് ഇസ് philanthropist, one who gives money or other help to those who are in poor or in trouble. One who gives money or other help to those who are poor or in trouble. നമ്മൾ റിലേറ്റഡ് ആയിട്ട് വേറൊരു വേർഡ് പഠിച്ചായിരുന്നു, മിസാന്ത്രോപ്പ്. മിസാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹു ലവ്സ് മാൻകൈൻഡ്, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തി. മിസാന്ത്രോപ്പ്, ഫിലാന്ത്രോപ്പ് ഓർത്തിരിക്കാമല്ലോ. മിസാന്ത്രോപ്പ്, വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. ഫിലാന്ത്രോപ്പിസ്റ്റ്, one who gives money or other help to those who are in poor or in trouble. കിട്ടിയല്ലോ. നെക്സ്റ്റ് ഇസ് pickpocket. Pickpocket എന്താ? One who steals from people's pocket. One who steals from
people's pockets. ആ പേരിൽ തന്നെയുണ്ട്, പിക് പോക്കറ്റ്സ്. ഓക്കെ, polyglot. Next is polyglot. One who understand many languages. Poly means നമ്മളെല്ലാം പറയും polygon. നമ്മൾ ഷേപ്സ് പറയുമ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈഡ്സ് ഉള്ള ഷേപ്സ് പോളിഗൺ എന്ന് പറയും. എന്ന് പറയുന്ന പോലെയാണ് പോളിഗ്ലോട്ട്. ഗ്ലോട്ട് മീൻസ് ലാംഗ്വേജ് എന്ന് ചിന്തിക്കുക. പോളിഗ്ലോട്ട്, വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് മെനി ലാംഗ്വേജസ്. വൺ ഹു അണ്ടർസ്റ്റാൻഡ് മെനി ലാംഗ്വേജസ്. നെക്സ്റ്റ് ഇസ് ക്വാക്ക്. One who dishonestly claims to have medical knowledge and skill. One who dishonestly claims to have medical knowledge and skill. Okay, അടുത്തത് queer. A person whose behavior seems strange or unusual. A person whose behavior seems strange or unusual. അടുത്തത് raconteur. An expert at telling stories. An expert at telling stories. Finally, refugee. Refugee എന്താ? One who seeks shelter in another country from danger. One who seeks shelter in another country from danger. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് റെഫ്യൂജീസ് എന്നുള്ളൊരു വേർഡ് അല്ലെ. അഭയാർത്ഥികൾ, റോഹിംഗ്യൻ, അങ്ങനെ സിറിയൻ ഒക്കെ വെച്ച് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡാണ് റെഫ്യൂജി. തെറ്റിപ്പോവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വേർഡ്സ്. ലാസ്റ്റ് സെറ്റ് ഒന്നും കൂടെ നോക്കിയാലോ. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താണ്? വൺ ഹു ഗീവ്സ് മണി ഓർ അതർ ഹെൽപ്പ് ടു ദോസ് ഹു ആർ ഇൻ പുവർ. പിക് പോക്കറ്റ്, വൺ ഹു സ്റ്റീൽസ് ഫ്രം പീപ്പിൾസ് പോക്കറ്റ്. പോളിഗ്ലോട്ട്, one who understands many languages. Quack, one who is dishonestly claims to have a medical knowledge and skill. Queer, a person whose behavior seems strange or unusual. Raconteur, an expert at telling stories. Refugee, one who seeks shelter in another country from danger. ഓക്കെ, കിട്ടിയല്ലോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ വേർഡ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെറ്റ് വൊക്കാബുലറിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ഈ 2 സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റെഡി ആയിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Stay tuned here. Thanks for watching the video. Like ചെയ്യുക, കമന്റ് ചെയ്യുക.